കഴിഞ്ഞ ദിവസം തന്നെ മാരകമാകുന്ന MDMA വക്താക്കളായി പിടിച്ചത് 3 അധ്യാപകരെയാണ്. അല്ലാഹു ഹക്കുമാറാവട്ടെ. ആലോചിച്ചോ, അതാണ് നബിതങ്ങൾ പറഞ്ഞ വാക്ക് നമ്മൾ കൃത്യമായി പഠിക്കണം. എത്ര പരിശ്രമിച്ചാലും നമ്മൾ ബന്ധിക്കും അല്ലാഹ് എല്ലാം പിടിച്ച് റാഹത്തായെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ MDMAക്ക് എതിരെ കുട പിടിച്ചുകൊണ്ട് നടന്ന ഒരു അധ്യാപികയെ കൂടിയാണ് ഇപ്പൊ ലാസ്റ്റ് പിടിച്ചത്. അവരതിന്റെ പ്രക്ഷോഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ബോർഡ് പിടിച്ചെങ്കിലും രാത്രി വന്നിട്ട് റാഹത്തായിട്ട് മണത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇന്നത്തെ ലോകം. ഒരു ഭാഗത്ത് തിന്മയ്ക്ക് എതിരെ പറയുകയും അതേ തിന്മകൾ തന്നെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ കൊടി പിടിച്ചു നിൽക്കുന്ന അതേ വ്യക്തി തന്നെ ഇപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല റാഹത്തായിട്ട് ഓപ്പറേഷൻ ഇനി പിന്നീട് ചെയ്യാൻ മാത്രം, അവന്റെ ശരീരത്തിൽ ചെയ്യാൻ മാത്രമുള്ള ആൽക്കഹോൾ അടിച്ച് ഉള്ളിലേക്ക് വെച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ മാരകമാകുന്ന MDMAയും LSD അടക്കമുള്ളതാകുന്ന സാധന സാമഗ്രികൾ, മയക്കുമരുന്നിന്റെ വിവിധ സാധനങ്ങളൊക്കെ പലയിടത്തും പിടിച്ചു. അൽഹംദുലില്ലാ, നല്ലത് തന്നെ, സ്വാഗതാർഹമാണ്. നമ്മൾ പറയുന്നത് ലഹരി പരിപൂർണമായി തുടച്ചു നീക്കണം. കള്ളിന്റെ ഒരു ഭാഗം കൊടുത്ത് ഒരു ഭാഗം മുഴുവൻ എല്ലാ ബാർ കൗണ്ടറുകളൊക്കെ തുറന്നു വെച്ച് റാഹത്തായിട്ട് അടിച്ചോ എന്ന് പറയുകയും അവിടുന്ന് 2 കുപ്പി അഷ്ടം വാങ്ങി കൊണ്ടുപോകുന്ന വണ്ടി കൊണ്ടുപോകുമ്പോൾ അവനെ പിടിച്ചകത്താക്കുകയും ചെയ്യുന്നതിൽ വിരോധാഭാസമാണ്. പൂർണ്ണമായി ഒഴിവാക്കുന്നതിലേക്ക് ഗവൺമെന്റ് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴേ എന്താവുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയിലേക്ക്, ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിലേക്ക് എത്തുകയുള്ളൂ. മറ്റേതെല്ലാം ബാർ കൗണ്ടറൊക്കെ തുറന്നു കൊടുത്ത് കള്ളൊക്കെ റാഹത്തായിട്ട് കുടിച്ചോ, മറ്റേത് പറ്റൂല എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ്. മനസ്സിലായില്ലേ? മാരകമാകുന്ന ലഹരി ഉപയോഗം നടത്തുമ്പോൾ അത് പിടിക്കുന്നു, ഒരു ഭാഗത്തൂടെ റാഹത്തായിട്ട് ഇതിങ്ങനെ തുറന്നു കൊടുക്കുന്നു. സ്വാഗതാർഹമാണ്, ചെയ്തിടത്തോളം വളരെ റാഹത്താണ്, എല്ലാം കൊണ്ടും പ്രശംസനീയമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതും കൂടി പൂർത്തിയാക്കുമ്പോഴേ ആ വാതിൽ പൂർണ്ണമായി അടയൂ. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ എത്ര ചെയ്താലും ഇത് വർദ്ധിക്കും. ഇത് നബിതങ്ങളുടെ അധ്യാപനമാണ്. അവസാന കാലഘട്ടം എത്തുമ്പോൾ യഖ്സുറു ശുറുബുൽ ഖംർ, കള്ളുകൂടി അധികരിക്കും. നബിതങ്ങൾ പറഞ്ഞതാണ്, അധികരിക്കും, ഉറപ്പാണത്. നബി പറഞ്ഞു വെച്ചത് നടക്കാതിരിക്കൂ. ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് പറഞ്ഞത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇത് വർദ്ധിക്കുമെന്നാ പറഞ്ഞത്, ഒരിക്കലും കുറയൂല. നിങ്ങൾ പറയാം അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു, ഒക്കെ പിടിച്ചു, ശരി തന്നെയാണ്. 2 ദിവസം കഴിയുമ്പോൾ വേറെ വഴിക്ക് വേറെ വകുപ്പ് പിന്നെയും തുടങ്ങുവരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇത് ചെറിയ മക്കൾ പോലും ഇതിന് അഡിക്റ്റാണല്ലോ. 6 ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിന്റെ കാരിയറായിട്ട് മാറി. ഈ സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്നവരായിട്ട് മാറി, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് മാറി. ഒന്നാലോചിച്ചു നോക്ക് നിങ്ങൾ, 7000-ലധികം കേസാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുറഞ്ഞ സമയങ്ങളിൽ. ജൂൺ 2-നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയത്. ജൂൺ 2 സ്കൂള് തുടങ്ങി അടുത്തത് 1 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ജൂലൈയിലേക്ക് ഇപ്പൊ കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ. 2 മാസങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ 7000-ലധികം കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിലവിലെ സാഹചര്യമാണ് ഈ പറയുന്നത്. 70 കോടിയോളം വരുന്ന ലഹരി സാധനങ്ങൾ പിടിച്ചെടുത്തു. എന്നിട്ടും തീരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറയും പെരുമ്പാവൂർ പോയി ചെക്കിങ് നടത്തി, ഇനി അവിടെ ഒന്നും ഇല്ലെന്നാണോ? അവിടെ ഇപ്പോഴും ഉണ്ട്. പോലീസുകാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. രാവും പകലും ഇങ്ങനെ പുറകെ നിൽക്കാണ്. വീണ്ടും ആളുകൾക്ക് ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് ആരാ ഇതിനും മാത്രം ഈ സാധനങ്ങൾ ഒഴുക്കുന്നത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. 1 കൊല്ലം മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ, നമ്മുടെ ഈ ഭാഗത്ത്, തെക്ക് ഭാഗത്ത് ഒരു വലിയ വണ്ടിയിൽ തന്നെ പിടിച്ചെടുത്തു കഞ്ചാവ്. സ്ഥലം ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പ് പത്രവാർത്ത വന്നതാണ് ഈ പറയുന്നത്. 1 കൊല്ലം ആവുന്നുള്ളൂ. ഇതൊക്കെ ആരാണ് കൊണ്ടുവരുന്നത്? അപ്പൊ ഈ വരുന്നതാകുന്ന സ്ഥലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ കൃത്യമായി ആരാണ് ഇവർക്ക് അനുമതി കൊടുത്ത് ഈ സാധനങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത്? ലോറിയിലാണ് വരുന്നത്, കണ്ടെയ്നറിൽ വരിക, സാധനം വന്ന് ഇപ്പുറത്തേക്ക് എത്തുക. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സ്കൂളിലേക്ക് ഒഴുക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട്, കുട്ടികളിലേക്ക് എത്തിക്കാൻ അതിൻ്റെതായ ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ പോലും ഇതിന് കൃത്യമായി അടിമപ്പെട്ടു പോകുന്നുണ്ട്.
പലരും നിസാരവൽക്കരിച്ച് അവസാനം സ്വന്തം കുടുംബത്തിലോ സ്വന്തം മക്കളിലോ സ്വന്തം പെൺമക്കളോ ഒക്കെ ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടുമ്പോഴാണ് പലരും ആശങ്കയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോഴാണ് പൊട്ടിക്കരയുന്നത്. ഇസ്ലാമിന്റെ പ്രഖ്യാപനം എല്ലാ ലഹരിയും നിഷിദ്ധമാണെന്നാണ്. അല്ലാതെ കേവലം MDMA LSD മാത്രം അത് മാത്രം പിടിച്ചു എല്ലാം കള്ളുൾപ്പെടെ ഏതെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഹറാമാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ബുദ്ധിയെ മറക്കുന്നതായ വസ്തുക്കളുണ്ടോ അതെല്ലാം മുസ്കിറാൻ, ലഹരിയാൻ. ഏതെല്ലാം ലഹരിയുടെ വസ്തുക്കളുണ്ടോ, ഏതെല്ലാം സാധനങ്ങൾ മനുഷ്യ നിന്റെ ബുദ്ധിയെ കെടുത്തി കളയുകയും ലഹരി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ അതെല്ലാം നിഷിദ്ധമാണ്, ഹറാമാണ്. നബിയുനാ റസൂലുള്ളാഹി കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ഏത് സാധനവും മുഹമ്മർ, ഹംറ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥതാണ് തലയെ പിടിച്ചിട്ട് ബുദ്ധിക്ക് മന്ദീഭവിക്കുക, ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കളയുക. യഥാർത്ഥ സഹവിൽ നിന്ന്, ഉണർവിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന വസ്തുക്കൾ. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ഹംറ് എന്നാണ് പ്രയോഗിച്ചത്. ഹംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ തെറ്റിച്ച് കളയുന്ന വസ്തു. അത് കള്ള് മാത്രമല്ല, എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തി തരികയാണ്. 2-3 ഘട്ടങ്ങളിലായിട്ടാണ് ആളുകളെ ഇതിൽ നിന്ന് തെറ്റിച്ച് കൃത്യമായി യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവന്നത്. കുറച്ച് സമയമെടുത്തു. വെറുതെ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് കള്ളും കഞ്ചാവും ലഹരിയായിട്ട് നിൽക്കുന്ന ഒരു കൗമിനിടയിൽ ഒറ്റയടിക്ക് വന്ന് മാറ്റം സംഭവിക്കുകയില്ല. ഘട്ടം ഘട്ടമായിട്ട് പറ്റുള്ളൂ. അന്ന് 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത അതേ ശൈലിയിൽ തന്നെ ഇപ്പൊ കൊണ്ടുവരേണ്ടതാണ്. പതുക്കെ കൊണ്ടുവന്നു. കുട്ടികളെല്ലാം അത് ഒഴിവാക്കിയവർക്ക് തന്നെ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കൃത്യമായി കെയറിങ് കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ പരിപൂർണ നിർമ്മാർജ്ജനം നാട്ടിൽ നിന്ന് ഉണ്ടാവണം. ഒരു ഭാഗത്ത് ഇത് കച്ചവടം ചെയ്ത് അതിലൂടെ ലാഭം പറ്റി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി, മറ്റൊരു ഭാഗത്തിലൂടെ ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി പറയുകയും അതിനെ ആ രീതിക്ക് കാണുകയും ചെയ്താൽ രണ്ടും രണ്ട് പറയുന്നത് വേ ചെയ്യുന്നത് വേ, രണ്ടും രണ്ടു കോലത്തിലാവും. ഇത് പൂർണ്ണമായ നിർമ്മാർജ്ജനാണെങ്കിൽ അതിൽ നിന്നുള്ള ലാഭവിഹിതങ്ങൾ ആഗ്രഹിക്കുകയരുത്. അത് പൂർണ്ണമായി ഒഴിവാക്കണം എല്ലാ അർത്ഥത്തിലും. എത്ര ലഹരി കുറഞ്ഞതാകട്ടെ, ഡോസ് കുറഞ്ഞതാകട്ടെ, ഡോസ് കൂടിയതാകട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം. ബുദ്ധിയെ മറയ്ക്കുന്ന വസ്തുക്കളുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഓ നബിയേ, തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഖംറിനെ കുറിച്ച്, കള്ളിനെ കുറിച്ച് ആളുകൾ മസ്അല ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണേ ഹബീബേ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, വലിയ പാപമാണത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. വലിയ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഖുർആൻ ആദ്യമായി വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെ. എന്നിട്ട് ഖുർആൻ പറയുന്നു, മനാഫിഉ ലിന്നാസ്, അത് കുടിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് പറയുന്ന പക്ഷവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയലോ, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല, ബോധമില്ലാതെ നടക്കാം, വീട്ടിലെ പ്രശ്നം അറിയണ്ട, പകല് മുഴുവൻ ജോലി ചെയ്തതിന്റെ ക്ഷീണവും ആ പ്രയാസവും ഒക്കെ എല്ലാം നീങ്ങും, നീർക്കെട്ട് മാറും. ചില ആളുടെ വാദഗതികളാണ്. അപ്പൊ അവരുടെ ആ വാദഗതികളെ സമ്മതിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. കാരണം അവരുടെ ബുദ്ധിയെ പതുക്കെ പിടിച്ചു കൊണ്ടുവരണം. ഒറ്റയടിക്ക് പരിപൂർണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്കത് പറ്റൂല. അവർ പരിപൂർണമായി ഇസ്ലാമിലേക്ക് വരൂല. കള്ള് കുടിച്ചുകൊണ്ട് ആറാടി തിമിർത്തിരുന്നതായ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഖുർആന്റെ ശൈലി നിങ്ങൾ നോക്ക്. വളരെ കൃത്യമായി ഘട്ടം ഘട്ടമായിട്ട് അവരെ ഒഴിവാക്കാൻ പരിശ്രമിക്കുക. ഒന്നാമതായി പറഞ്ഞു, ഇസ്മുൻ കബീറുൻ, വലിയ പാതകാൻ, വലിയ തെറ്റാണ് ആ ചെയ്യുന്നത്. കള്ളുകുടി എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. എന്നിട്ട് പറഞ്ഞു, മനാഫിഉ ലിന്നാസ്, അത് കുടിച്ചാൽ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്.
എന്നുള്ളൊരു വാദഗതി അവർക്കുമുണ്ട്, ജനങ്ങൾക്കുണ്ട്. ആ വാദഗതി സമ്മതിച്ചുകൊണ്ട് തന്നെ അഥവാ അവരുടെ ക്ഷീണവും മറ്റുമൊക്കെ മാറുമെന്ന് അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രയോജനത്തെക്കാൾ വലുതാണ് അത് കുടിച്ചാൽ അവർക്കുണ്ടാകുന്ന പാതകം, തെറ്റ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു പറയുക, ഏറ്റവും വലിയത് പാപം തന്നെയാണ്. അത് കുടിച്ചാൽ വലിയ പാപത്തിലേക്ക് നമ്മൾ പോകും, തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കണേ എന്ന അർത്ഥത്തിൽ ഖുർആൻ ആദ്യമായി ഇറക്കി. പക്ഷെ ഈ ആയത്ത് കേട്ട് കുറച്ചാളുകളൊക്കെ നിർത്തി, പിന്നെയും കുറെ ആളുകളൊക്കെ കള്ളു കുടിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ കള്ളുകുടിച്ച് നിസ്കരിക്കാൻ വരുമ്പോഴും കള്ളു കുടിക്കുന്ന അവസ്ഥയായി. നിസ്കാരത്തിൽ വല്ല കള്ളു കുടിച്ചുകൊണ്ട് വരുന്ന ശൈലി മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്നു, സ്വഹാബത്തിനുണ്ടായിരുന്നു. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരുടെ അന്നത്തെ ശൈലി അതാണ്. പഴയ കാലത്ത് കണ്ടില്ലേ, കല്യാണത്തിന് ചെല്ലുമ്പോഴത്തേക്കും മേശപ്പുറത്ത് നല്ല കട്ടൻ ബീഡി വെച്ചിട്ടുണ്ടോ, ആജാ ബീഡി, അതൊക്കെ വലിച്ചുകൊണ്ട് റാഹത്തായിട്ടിരിക്കുക, പരിപ്പൂടെയും കഴിക്കുക. അങ്ങനത്തെ പല പരിപാടികളൊക്കെ ഉണ്ട്, പല യോഗങ്ങൾക്കൊക്കെ സംഭവങ്ങൾ അങ്ങനെയാണ്. അതൊക്കെ അന്നത്തെ ഒരു കാലത്തെ ഒരു നാട്ടുനടപ്പാണ്. എന്നത് പറഞ്ഞതുപോലെ ജാഹിരിയ കാലഘട്ടത്തിലുള്ള ഒരു നാട്ടുനടപ്പാണ്. കള്ള് അതുപോലെ സുലഭമാണ്. കള്ളു കുടിക്കാത്ത ആളുകളില്ല, എല്ലാവരും കള്ളു കുടിക്കും. ചെറുപ്പക്കാരൻ മുതൽ എല്ലാവരും കള്ളിലോ. അങ്ങനെ നിൽക്കുന്ന സമൂഹത്തെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടുവരാൻ വളരെ പ്രയാസം. അതുകൊണ്ട് അവരെ ബുദ്ധിപൂർവമായി അവരെ പതുക്കെ പരിപൂർണമായി ഒഴിവാക്കി കൊണ്ടുവരാൻ ഖുർആന്റെ ശൈലിയാണ്. ആദ്യം അവരോട് പറഞ്ഞു, ഇത് കുടിക്കല്ലേ, അത് പാതകമാണ്, തെറ്റാണെന്ന് ഉണർത്തി പരിപൂർണമായി നിരോധിച്ചില്ല. ചില ആളുകൾ കുടിക്കാൻ തുടങ്ങി, ചില ആളുകൾക്ക് നിർത്താൻ പ്രയാസം. അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് കൊണ്ട് നിർത്താൻ പറ്റൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കും. അങ്ങനെ കുടിച്ചു നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, അപ്പൊ കയറി പള്ളിയിലേക്ക് പോയി നിസ്കരിക്കും. അങ്ങനെ നിസ്കാരത്തിൽ വരെ കള്ളു കുടിച്ചുകൊണ്ട് വരുന്നവരായി. എന്നല്ല, ചില ആളുകൾ നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ നഅ്ബുദു മാ അഅ്ബദും, വീണ്ടും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു, വീണ്ടും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. ഇത് തീരുന്നില്ല. കാരണം കള്ളുള്ളി കിടക്കാണ്, നിസ്കാരത്തിലാന്ന് ഓർത്തോ. ഇത് സംഭവം നടന്ന സംഭവങ്ങളാണ്, ചരിത്രരേഖയാണ് ഞാൻ ഈ പറയുന്നത്. നിസ്കാരത്തിൽ പോലും ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് അവസാനം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ കൊണ്ട് അൽബക്കറയുടെ സമയം പോവാണ്. ഇത് തീരുന്നില്ല. ഇതിങ്ങനെ ആയപ്പോഴത്തേക്കും സഹവുള്ള ആളുകളുണ്ട് പുറകിൽ, കള്ളൊന്നും കുടിക്കാത്ത ആളുകൾ, അവരിത് കംപ്ലൈന്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി ഇതിങ്ങനെ പോയാൽ വലിയ വിഷയ. കാരണം കള്ളു കുടിച്ചുകൊണ്ട് വരെ വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, വലിയ വിഷയമായി. അതുകൊണ്ട് ഇത് ഒഴിവാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ബയ്യിൻ ലനാ ശാഫിയൻ കാഫിയൻ ഫിൽ ഖംരി യാ ഹബീബല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതത്തിലല്ലേ നമ്മൾ നിലകൊള്ളുന്നത്? വ്യക്തവും സുഭിക്ഷവുമാകുന്ന നല്ല സ്പഷ്ടവുമാകുന്ന ഒരു തെളിവ് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ നമുക്ക് അനിവാര്യമാണ്, കള്ളിന്റെ വിഷയത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഒരു ആയത്ത് ഇറങ്ങണേ ഹബീബേ. ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരായത്ത് കിട്ടിയാൽ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരെ പറഞ്ഞ് അല്പനേരം താമസിച്ചില്ല. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി ഒന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനം ഓതി കൊടുക്കുകയാണ്. എന്നേക്കമായി കള്ളിനെ, ലഹരിയെ പരിപൂർണമായി ഹറാമായി പ്രഖ്യാപിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖമറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن
ذكر الله ويصدكم عن ذكر الله فهل أنتم منتهون. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വചനമായി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ പ്രവാചകരുടെ ചാരത്ത് ഓതി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടക്കമുള്ള സഹാബത്ത് നിൽക്കുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിക വചനം ഓതുകയാണ് ബയ്യലനാ شافيا كافيا في الخمر يا رسول الله. കള്ളിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരു സ്പഷ്ടമാക്കപ്പെട്ട ഒരു ആയത്ത് കിട്ടണമെന്ന് വല്ലാത്ത താല്പര്യത്തിൽ ജനങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നതായ അവസരം വന്നപ്പോ വളരെ വിഷമത്തോടുകൂടി വന്നുകൊണ്ട് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മുന്നിൽ ഖുർആന്റെ ആയത്ത് അവതീർണമാവുകയാണ്. ഒരു കാലഘട്ടത്തിൽ കള്ളു കുടിച്ച് അമുസ്ലിമായി നിലകൊണ്ട് പ്രവാചകരെ കൊല്ലാൻ വേണ്ടി വാളോങ്ങി കടന്നു വന്നതായ ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതാ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ഇസ്ലാമിലെ കള്ളിനെ എന്നേക്കുമായി നിർമാർജനം ചെയ്യാൻ പരിപൂർണമായി മുൻപന്തിയിൽ നിന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുള്ള സഹാബത്താണ്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവുകയാണ്. അവസാനമായി ഈ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അനുഷ്ഠിക്കുന്നതായ കർമ്മങ്ങൾ പരിപൂർണമാകണോ. കള്ള് കുടിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, മനുഷ്യന്റെ ബുദ്ധിയെ മറയ്ക്കുന്ന ലഹരി വസ്തുക്കളുണ്ടോ, അതെല്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ, അതെല്ലാം നജസുകളാണ്, മാലിന്യങ്ങളാണ്, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവരെ തിരുത്തൽ. കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവർക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ അത് വിശദീകരിക്കാൻ അത് സമയം അതുമായി ബന്ധപ്പെട്ടു പോകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലഹരി കുടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുതേ എന്ന ആയത്ത് അല്ലാഹു ഇറക്കി. അപ്പൊ കുറെ പേര് മാറി റെഡിയായി. നിസ്കാരത്തിലൊന്നും പിന്നെ ഇല്ല, നിസ്കാരം അല്ലാത്തപ്പോ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുടിച്ചോണ്ട്. കാരണം അതങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സമൂഹമാണ് അവര്. കള്ളു കുടിക്കാത്തവരില്ല, എല്ലാവരും കുടിക്കും, എല്ലാ വീട്ടുകളിലും കുടിക്കും, അയൽവാസികൾ കുടിക്കും, നാട്ടുകാർ കുടിക്കും. അവരുടെ ഒരു ദിനചര്യയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നിസ്കാരത്തിൽ കുടിക്കുന്നില്ല, അല്ലാതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കാനും ബഹളടിക്കാനും കള്ളിഷാപ്പി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വഴക്കൊക്കെ ഉണ്ടായി. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവസാനം ഈ സംഭവം വലിയ കലശമായപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നത്, നബിയെ, ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാവണം. ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം ചെറുപ്പക്കാരായ ആളുകളുടെയൊക്കെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, അവരെ പടച്ചറബ്ബുമായി ഇബാദത്തിനെ തൊട്ട് തടയിടുന്നതായ ഈ പ്രവണത ഇനി അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കിട്ടണം. ഇത് കർശനമായി ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തും ഒക്കെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോഴാണ് അവസാനമായി ആയത്ത് വരുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. ലഹരിയും ചൂതാട്ടവും പ്രശ്നം വെക്കലും ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളുമെല്ലാം റിജ്സുൻ, അതൊക്കെ മാലിന്യങ്ങളാണ്. അതൊക്കെ മാലിന്യമാണ്, നജസായിട്ട് പ്രഖ്യാപിച്ചു. ആണല്ലോ കള്ള് കുടിക്കുന്ന ആള്, അത് നമ്മുടെ വസ്ത്രത്തിൽ കള്ളൽപ്പം ഉണ്ടെങ്കിൽ അതുമായിട്ട് നിസ്കരിച്ച നിസ്കാരം എന്താവും? ബാത്തിലാവും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അല്പം വസ്ത്രത്തിൽ വീണാൽ മതി, കുടിക്കണമെന്നില്ല. നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിലുണ്ടായാൽ മതി. നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രമൊക്കെ എന്താവണം? ശുദ്ധിയാവണം. ഇല്ലേ നിസ്കാരം പോകും. നജസാണത്, നജസാണത്, മാലിന്യമാണ്, അഴുക്കാണത്. മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്.
പിശാദിന്റെ പ്രവണതയാണ് ലഹരിയുമായി ബന്ധപ്പെടുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയും എന്റെ മകന് പൈശാചിക ഉപദ്രവമുണ്ട്. അപ്പൊ നമ്മളൊന്ന് ഇന്ന് കുറച്ചു ദിവസം ഏർവാടി പോകാം. ഏറ്റവും വലിയ പൈശാചിക ഉപദ്രവം ഉള്ളതായിട്ട് ഖുർആൻ കൃത്യമായി പ്രഖ്യാപിച്ചത് ശൈത്താന്റെ പണി നടത്തുന്നത് ആരാ? മക്കളിൽ ആരെങ്കിലും ലഹരി നുണയുന്നവരുണ്ടെങ്കിൽ അവനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ട അമലാണത് എന്ന് ഖുർആൻ നസ്സായി വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫജ്തനിബൂ, നിങ്ങൾ ആ ലഹരിയെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെ പരിപൂർണമായി നിർമാർജനം ചെയ്യണേ. അതിനെന്ത് പേരിട്ടാലും കുഴപ്പമില്ല. ഹശീഷ് എന്നിട്ടാലും കള്ളെന്നിട്ടാലും പല പേരുകളിൽ അറിയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. സയഅതി സമാനുന ലാ ഉമ്മത്തി യശ്റബൂനൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ ശഫീഉന റസൂലുള്ളാഹി. ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ ഇങ്ങനെ ലഹരി നുണയും. ആ ലഹരിയുടെ പേരുകൾ അവർ പല പേരും പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കും, ആ കള്ളിന് പല പേര് പറയും. അങ്ങനെയാണല്ലോ, പല പേരിലാണ് സാധനങ്ങൾ അറിയപ്പെടുന്നത്. കളിശാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ അറിയാം. നമുക്കാകെ 2 പേരെ അറിയുള്ളൂ. കള്ളു എന്ന് അറിയാം, പിന്നെ വേറെ എന്തെങ്കിലും ചാരായ എന്നൊക്കെ പറയുന്ന പേരല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇതൊന്നും അല്ല. വോഡ്കയും ഗഡ്കയും മറ്റേ മറിച്ചതും പല പേരിൽ അറിയപ്പെടുന്ന സാധനങ്ങൾ. കള്ള് തന്നെയുണ്ട് വ്യത്യസ്തമായ സാധന സാമഗ്രികൾ. ലഹരി തന്നെ വ്യത്യസ്തമായതുണ്ട്. ഇപ്പൊ MDMA LSD അടക്കമുള്ള സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ മകൻ ബിരുദത്തിന് പഠിക്കാന്ന് കരുതും. സംഭവം ഇത് വലിയ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ്. ഇങ്ങനത്തെ എത്രയോ സാധനങ്ങളുണ്ട്. ഇത് ലോകത്തിന്ന് വല്ലാതെ വ്യാപാര രംഗത്ത് വന്നിരിക്കുന്നു. അനുദിനം ഇതിന്റെ കച്ചവടങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നു, ഇഷ്ടംപോലെ കൊണ്ടുവരുന്നു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എവിടേക്കാണ് എത്തിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് ഖുർആൻ പറയുന്നു ഫജ്തനിബൂ, നിങ്ങൾ അതിനെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെയും ഈ കള്ളുകുടിയിലൂടെയും ലഹരി ഉപയോഗത്തിലൂടെയും നിങ്ങൾ അല്ലാഹു എത്തിക്കുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാദിന്റെ ദുർവൃത്തിയിലൂടെ പിശാദ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ശത്രുതയുണ്ടാക്കിയെടുക്കും. അദാവത്ത് ശത്രുതയുണ്ടാകും. വൽ ബഗ്ളാ, എപ്പോഴും വൈരാഗ്യമുണ്ടാകും, ദേഷ്യം. ഈ രണ്ടിലേക്കുമാണ് കള്ളെത്തിക്കുക. കള്ളു കുടിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന നാശങ്ങൾ ആദ്യമായി ഖുർആൻ പറഞ്ഞ 2 എണ്ണം. നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത മുഴുവൻ എടുത്തു നോക്ക്. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു? ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിയെ അടിച്ചടിച്ചടിച്ച് ഒരുത്തൻ നിലംപരിശാക്കി. അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു ചെറുപ്പക്കാർ തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. കളമശ്ശേരി ഭാഗത്താന്ന് തോന്നുന്നു, ന്യൂസിലെല്ലാം ഉണ്ടായിരുന്നു. അടിച്ചിട്ട് ചവിട്ടുന്നു, അവനെ അടിക്കുന്നു. കാറിൽ പോകുമ്പോൾ അവർ കയറുന്നു, വീണ്ടും തിരിച്ചു വന്ന് അടിക്കുന്നു, വീണ്ടും അടി കൊടുക്കാൻ. ഒക്കെ ലഹരിയുടെ പുറത്താണ് ചെയ്യുന്നത്. കള്ളിഷാപ്പിൽ കിടന്നടി, ടച്ചിങ്സ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. കള്ളിഷാപ്പിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അച്ചാറ് കൊടുക്കാത്തതിന് അതിനടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളുടെ ബഹളങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കേൾക്കുന്നത്. ഒക്കെ കൊണ്ടുപോയി ഉമാരെല്ലാം പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. നോക്കുമ്പോ എന്താ, ഒക്കെ ആൽക്കഹോളാണ്, എല്ലാം ലഹരിക്കടിറ്റ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞ ഈ സാധനം ഉള്ളിലേക്ക് ചെല്ലുമ്പോ നരിന്ത് പോലെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ വലിയ ആരോഗ്യമുള്ളതുപോലെ തോന്നിക്കും. വാപ്പാടെ പ്രായമുള്ള മനുഷ്യനെ അടിക്കുകയാണ്. കയ്യിൽ കിട്ടുന്ന സാധനം കൊണ്ട് കുത്തുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, ഒക്കെ ചെയ്യും. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരിക്കും അവൻ സമീപിക്കുക. ഖുർആൻ പറഞ്ഞത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടവും ഈ ലഹരിയും ഒക്കെ മനുഷ്യനെ പിശാച് കൊണ്ടുപോയി എത്തിക്കുന്നത് 2 വിഷയങ്ങളിലാണ്. ഒന്ന് ശത്രുത, എപ്പോഴും ശത്രുതയാണ്, പക, അയൽവാസികളോട് പക, വീട്ടിൽ വന്നിട്ട് അയൽക്കാരുമായിട്ട് ബഹളം, സ്വന്തം ഭാര്യ അടിക്കുന്നു. ഭാര്യയാണ്
രാവിലെ ഇവൻ പോകുമ്പോ വീട്ടിൽ നിന്ന് നല്ല റാഹത്തായിട്ട് പുട്ടും കടലയൊക്കെ കൊടുത്തു വിട്ടതാകുന്ന ഈ ഭാര്യയെ വൈകിട്ട് വന്നിട്ട് ഇടിക്കുകയാണ് ഇവൻ. അറിയിച്ചു നേരം വെളുത്തിട്ട് ഇവള് തന്നെയാണ് ഇനി അടുത്ത പുട്ടും കടല ഉണ്ടാക്കാനുണ്ട്. അതൊന്നും ഇവനിപ്പോ ഓർമ്മയില്ലല്ലോ, കാരണം ഈ കള്ളുള്ളിലേക്ക് ചെന്നിട്ട് ഇവന് ഇടിയോട് ഇടിയാണ്. ചെറിയ കുട്ടികൾ, ആ കുട്ടികളെ എടുത്തിട്ട് അടിക്കുന്നു, അവരോട് വഴക്കുണ്ടാക്കുന്നു, അവരുമായി ബഹളം വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്തവിളി, റോഡിൽ ഇറങ്ങിയിട്ട് നാട്ടുകാരോട് വലിയ ചീത്തവിളി, ബഹളം, പോരുണ്ടാക്കുന്നു, വഴക്കൊണ്ടിരിക്കാൻ ഭയങ്കരത. ഈ സാധനം ഉള്ളിക്കുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി കടന്ന് നേരം വെളുക്കുന്നത് വരെ, ഇത് കെട്ടിറങ്ങുന്നത് വരെ ഇതിങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി അയൽവാസികളുമായി ഇത്തരത്തിലുള്ള ഒരു ബഹളം ഉണ്ടാക്കിയാൽ അവരുടെ മനസ്സിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ മറിയൂല. നമ്മൾ കള്ളൊക്കെ കുടിച്ച് രാവിലെ അതേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പേടിച്ചിരിക്കുക. തലേന്നത്തെ സംഭവമാണ് അവർക്ക്. ഇന്നലെ ഇവൻ ഓതിയ ആയത്തുകളുണ്ട്, രാത്രിയിൽ ഓതിയതാകുന്ന തെറി കൊണ്ടുള്ള 1-2 ആയത്ത്, അത് കേട്ടിട്ട് അവർ പേടിച്ചിരിക്കുക. അവരാ ഖിയാമത്ത് നാൾ വരെ അവരുടെ മനസ്സിലുണ്ടാവും. ഇവ മരിച്ചാലും പറയും അയാൾ അന്ന് രാത്രി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി ഓർക്കുന്നുണ്ടോ, അന്ന് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ, അത് എപ്പോഴും ഉണ്ടാവും. മാത്രമല്ല ഇപ്പൊ പഴയ കാലമല്ലല്ലോ, മൊബൈൽ ഓണാക്കിയിട്ട് ലൈവ് വിടുകയാണ്, ഫേസ്ബുക്ക് ലൈവ് പോവാൻ, ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ സാധനം ഇങ്ങനെ പറയുന്ന തെറിവിളികൾ, ഒച്ചപ്പാടുണ്ടാക്കുന്നതൊക്കെ അതേ സെക്കൻഡിൽ തന്നെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവന് വല്ല അഭിമാനം പോയില്ല അതോടുകൂടി. ചെറിയ വിഷയം, അതുകൊണ്ട് അത് പരിപൂർണമായി ഒഴിവാക്കണം. ഖുർആൻ അന്നങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഒഴിവാക്കിയത്, എന്നാ പിന്നെ നമുക്കും അങ്ങനെ തന്നെ ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈകരുതിന് ഖുർആൻ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തപ്പോ അന്നുണ്ടായ സംഭവം എന്താണെന്നറിയോ? ഈ ആയത്തിറങ്ങിയ സമയത്ത് ഒരു വിഭാഗം ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെ പരിശുദ്ധ മദീനയിലുള്ള വലിയൊരു കള്ളുഷാപ്പിലാണ് ഒക്കെ കള്ളു കുടിച്ചോണ്ടിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി പിന്നീട് വന്ന അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ കള്ളിഷാപ്പിൽ ഇങ്ങനെ കള്ളൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയെന്ന് ഒരു സ്വഹാബി വന്നുകൊണ്ട് കള്ളിഷാപ്പി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, കള്ള് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഓതി തീർന്നപ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്ന വാക്കുണ്ട്, ഇന്തഹൈന ഇന്തഹൈന എന്ന് പറയുന്നു. ഞങ്ങൾ പരിപൂർണമായി നിരോധിച്ചു, ഞങ്ങൾ ഇത് പരിപൂർണമായി ഒഴിവാക്കി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കള്ളിഷാപ്പിലെ മാനേജരാണ്, കള്ളൊഴിച്ചു കൊടുത്തിരുന്നതായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് വിളിച്ചു പറയുന്നു, കള്ളിതാ ഒഴിവാക്കപ്പെട്ടു, അത് നിഷിദ്ധമാക്കപ്പെട്ടു, ഹറാമായി എന്നുള്ള ആയത്ത് വന്നിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. നിസ്കാരത്തെ തൊട്ടും പടച്ചറപ്പിനെ ഓർക്കുന്നതിനെ തൊട്ടും തടയിടുന്നതായ ഈ മോശപ്പെട്ടതാകുന്ന കള്ളുകൂടി ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? നിരോധിക്കുന്നില്ലേ? എന്തേ നിരോധിക്കുന്നില്ലേ എന്നുള്ള ഖുർആനിന്റെ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള സഹാബത്തും വിളിച്ചു പറഞ്ഞു, ഇന്തഹൈന ഇന്തഹൈന ഇന്തഹൈന, ഞങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ്, നിർമാർജനം ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കള്ളില്ല, ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഹരിയില്ല. പഠിച്ചു വെക്കണേ, ലോകത്ത് ഏറ്റവും വലിയ ഓപ്പറേഷൻ തൂഫാൻ നടത്തിയത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇസ്ലാമിലാണ്, ഇസ്ലാമിലാണ്. ഖുർആനിന്റെ ആയത്ത് അങ്ങോട്ട് അലയൊലി കൊള്ളുകയാണ്. മദീനയിലെ ഓരോ തെരുവുകളിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതായ ആളുകൾ അവരുടെ കയ്യിലുള്ളതാകുന്ന കള്ളിന്റെ കുപ്പികൾ, ചഷകങ്ങള് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. ഏറ്റവും വലിയ കള്ളിഷാപ്പ് നടത്തിയിരുന്ന അബൂ ത്വൽഹ എന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹിന്റെ അനുയായിയിൽപ്പെട്ട വ്യക്തിയാണ്. കള്ള് പരിപൂർണമായി നിർമാർജനം ചെയ്യണം, അത് ഒഴിവാക്കണം, അത് ഒഴിവാക്കാനുള്ള ആയത്തിറങ്ങി എന്ന് കേട്ടപ്പോ അബൂ ത്വൽഹ എന്ന് പറയുന്നവർ കുടിച്ചുകൊണ്ടിരുന്ന കള്ളിന്റെ കോപ്പ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇസ്ലാമിനോടുള്ള അമിതമായ
അഭിലാഷമാണ്, ഇസ്ലാമിനോടുള്ള താല്പര്യമാണ്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, കച്ചവടത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, ലഹരിയിലേക്ക് പോകല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ പരിപൂർണമായി കള്ളിൽ നിന്ന്, ലഹരിയിൽ നിന്ന് പരിപൂർണമായി ഒഴിവാവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് കള്ള് ഷാപ്പിലെ ജീവനക്കാരാണ് ഞാനിങ്ങനെ കള്ളു പലർക്കും ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് അവിടെ ഓതി കേൾക്കുന്നത്. ഞാൻ എന്റെ കയ്യിലുള്ളതാകുന്ന കള്ളിന്റെ ചഷകം നിലത്തേക്ക് വീഴ്ത്തി. അവിടെയുള്ളതാകുന്ന വലിയ വലിയ വീപ്പകളുണ്ട്. കല്ല് നിറച്ചു വെച്ച് വർഷങ്ങളായിക്കൊണ്ട് മുന്തിരിച്ചാറുകളും ഈന്തപ്പനകളും കൊണ്ടിട്ട് വാറ്റിയിരിക്കുന്ന നല്ല നല്ല കള്ളുകളുണ്ട്. കുടിച്ചാൽ മാസങ്ങളോളം പൂസായി നടക്കുന്നതായ ലഹരിയാണ്. അത് പരിപൂർണമായി തട്ടിക്കമഴ്ത്താൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ 100 കണക്കിന് കള്ളിൻ്റെതാകുന്ന വീപ്പകൾ മുഴുവനും മറിച്ചിട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് മദീനയിലെ തെരുവിലൂടെ പരിപൂർണമായി കള്ളാണ് ഒഴുകിയിരുന്നത്. ഓരോ വഴിയിലൂടെയും കള്ളിന്റെ ചഷകങ്ങൾ വീടിന്റെ അകത്തളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന, വർഷങ്ങളായി യുഗങ്ങളായി തലമുറകളായി കൈമാറി വന്നിരുന്ന മാരകമാകുന്ന വലിയ വലിയതാകുന്ന ലഹരികളുണ്ട്. അതൊക്കെ വിഷമാണ് എന്ന് മനസ്സിലാക്കി വരും തലമുറയെ നശിപ്പിക്കാതിരിക്കാൻ എല്ലാ മദ്യത്തിന്റെ ചഷകങ്ങളും ഞങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. ഞങ്ങൾ ഖുർആനിന്റെ പ്രഖ്യാപനത്തോട് പരിപൂർണമായി കടമപ്പെട്ടവരായി നിന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഇന്തഹൈനാ യാ റബ്ബു, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവേ, ഞങ്ങൾ ഖുർആനിന്റെ വചനങ്ങൾ പരിപൂർണമായി അക്ഷരാർത്ഥത്തിൽ പിതാ പരിപൂർണമായി കേൾക്കുന്നു. ഞങ്ങൾ ഇനി ഒരിക്കലും കള്ളിലേക്ക് പോകില്ല അല്ലാ, ലഹരി കുടിക്കില്ല അല്ലാ, ലഹരിയുമായിട്ടുള്ള ജീവിതം ഞങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുകയില്ല അല്ലാ. കള്ള് പരിപൂർണമായി ഒഴിവാക്കി ഇസ്ലാമിന്റെ ആദർശം പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുള്ള പരിശുദ്ധ പ്രവാചകരുടെ പ്രിയപ്പെട്ട അനുയായികളെന്ന് അറിയണേ. ഇന്നും ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ പ്രയാസമാണ്. നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ, 40 ദിവസത്തെ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ നിന്റെ കള്ളുകുടി കൊണ്ടുകൊണ്ട് ഹേതുവാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ കള്ളുകുടിച്ച് നിലകൊണ്ടാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കും. വീണ്ടും അവൻ തൗബ ചെയ്തു എങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കും. വീണ്ടും അവൻ ലഹരിയിലേക്ക് പോയാൽ വീണ്ടും അല്ലാഹുവിന്റെ നമസ്കാരം സ്വീകരിക്കില്ല. ഇത് തുടർന്ന് 3ഉം 4ഉം പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ തൗബയുടെ വാതിലുകൾ തന്നെ ഇടയും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ വിഷയമല്ല. അപ്പൊ ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്തോ. പടച്ചറബ് പുറത്തു വരും. ഇത്രയും കാലം കുടിച്ചില്ലേ, ആയിക്കോട്ടെ, പടച്ചറബ് പുറത്തു വരും. ഗഫൂറാണ്, റഹീമാണ്. എന്നാ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടി നിർത്താം. അല്ലാ പുറത്തു വരുന്നല്ലേ പറഞ്ഞത്. വൈകരുത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. വൈകാൻ പാടില്ല. ഒരു സഹാബി നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി മിഖ്റാഫു ദുനൂബ്, ഞാനിങ്ങനെ പാപം വല്ലാതെ ചെയ്യുന്ന മനുഷ്യനാണ്. നബി പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നല്ല തൗബ പടച്ച റബ്ബിലേക്ക് ചെയ്യും. നല്ല തൗബ എന്ന് പറഞ്ഞാൽ, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി മേലിൽ ആ തെറ്റ് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പറ്റിയുള്ള നല്ല ഖേദത്തോടു കൂടിയുള്ള തൗബ ആണ് തൗബ. ആയിക്കോട്ടെ, അങ്ങനെ ഇയാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞ് തൗബ ചെയ്തു. തൗബ ചെയ്തിട്ട് പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്ത് പറയാൻ, ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു നബിയെ. അപ്പൊ നബി പറഞ്ഞു, നിന്റെ തൗബ ശരിയായില്ല, തുബ് ഇലല്ലാഹ്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ തൗബ പലപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുന്ന ആളാ. ഇയാൾ പോയില്ല. തൗബ ഇങ്ങനെ പലപ്പോഴും ആവർത്തിക്കും, പക്ഷെ എത്ര ആവർത്തിച്ചാലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, തെറ്റിലേക്ക് പോകും. നബി പറഞ്ഞു, തുബ് ഇലല്ലാഹി വഅമൽ സാലിഹ, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു മുന്നോട്ട് ചെയ്യും. ഹത്താ വശൈത്താനു ഹുവൽ മഹ്സൂറു, പിശാച് ചങ്ങലക്കിടപ്പെടുന്നത് വരെ തൗബ നീ പുതുക്കിക്കൊണ്ടിരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി. പിശാച് ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ നീ വീണ്ടും വീണ്ടും തൗബ ഇങ്ങനെ ചെയ്ത് പുതുക്കിക്കൊണ്ടിരിക്കുക. തെറ്റാവർത്തിക്കുന്നു, വീണ്ടും നീ തൗബ പുതുക്കണം. വീണ്ടും തെറ്റിക്കുന്നു, വീണ്ടും തൗബ പുതുക്കണം. തൗബയുടെ വാതിൽ അടയൂല, മരണം എത്തുന്നത് വരെ അടയൂല.
അപ്പൊ അതിന്റെ അർത്ഥം എന്നാ പിന്നെ കള്ളു കുടിക്കുക ഉടനെ ഒരു തൗബ ചെയ്യുക, അങ്ങനെ അതല്ല. നസൂഹായ തൗബയിലേക്ക് വരിക, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. പലപ്പോഴും അതാണ് നമുക്കില്ലാതെ പോകുന്നത്. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിവാക്കി മേലിൽ അത് തെറ്റിന് ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയം, യഖീൻ മനസ്സുകൊണ്ട് തന്നെ ഉണ്ടാവണം. പിന്നെ ചിലപ്പോൾ വീണ്ടും സാഹചര്യങ്ങൾ കൊണ്ട് അറിയാതെ തെറ്റു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും നിസ്കാരം നിർത്തരുത്. ആ തെറ്റ് ചെയ്താലും വീണ്ടും പടച്ചറബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി പള്ളിയിൽ കയറണം. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ അറിയാതെ വീണ്ടും കുടിച്ചു പോയി ഉസ്താദ്. അങ്ങനെയല്ല, തൗബയുടെ വാതിൽ നിനക്ക് തുറന്നു തരും അള്ളാഹു പുറത്തു തരും. പടച്ചറബ് ഗഫൂറാണ്, റഹീമാണ്. പലപ്പോഴും ആശ മുറിഞ്ഞിട്ടാണ് പലരും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നത്. ആശ മുറിയ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്കുള്ള ആശ മുറിയ. പടച്ചറബിനെ എനിക്ക് പുറത്തു വരില്ല, ഞാൻ അത്ര വലിയ പാപിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പുറകോട്ട് പോകാൻ ശ്രമിക്കും. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അതാണ് സംഭവിച്ചു പോകും. പുതിയ തലമുറയ്ക്ക് സംഭവിച്ച വിഷയം അതാണ്. എനിക്കിനി ഒരു തൗബയൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടവനാണ്, ഞാൻ കള്ളുകുടിച്ച് നടക്കുന്നവനാണ്, ഞാൻ വ്യഭിചാരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ ഇങ്ങനെ ചെയ്തവനാണ്, അതുകൊണ്ട് പടച്ചറബ് എനിക്കിനി പുറത്തു വരൂല എന്ന് നീ കരുതുകയേ ചെയ്യരുത്. നിന്നേക്കാൾ വലിയ പാപി ലോകത്തുണ്ടായിട്ടുണ്ട്. 99 പേരെ കൊന്നിട്ട് വന്ന് തൗബ തേടിയിട്ടുള്ള ആളുകളുണ്ട്. തൗബയുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞ ആളെ കൂടി കൊന്നു എന്നാണ്. അങ്ങനെ 100 പേരെ കൊന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തിലുള്ള ഒരു വ്യക്തി ചോദിച്ചു, അയാൾക്ക് തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ തൗബ അള്ളാഹു തരുന്നതാണ്. പടച്ചറബ് വിചാരിച്ചവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ ദുഃഖവും നമ്മുടെ മാനസികമാകുന്ന അവസ്ഥയും പരിഗണിച്ച് റബ്ബത് സ്വീകരിക്കും. നമ്മൾ തൗബ ചെയ്യാതിരിക്കരുത്. പടച്ചറബ് എന്നെ ഇനി തട്ടിക്കളയുമെന്ന് കരുതി ഒരിക്കലും പോകാൻ പാടില്ല. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് നമ്മൾ ആശ മുറിയരുത്. റബ്ബ് നമുക്ക് പുറത്തു തരും എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ഏത് തെറ്റിനെ തൊട്ടും പടച്ച റബ്ബിനോട് പറയാൻ നമുക്ക് മനസ്സുണ്ടാവണം. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, ഏതെല്ലാം മോശപ്പെട്ട പ്രവണതകളുണ്ടോ ആ പ്രവണതകളിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. പകൽ തെറ്റിയതാകുന്ന മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹു രാത്രിയിൽ സന്നദ്ധനാണ്. രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നു. പകൽ മുഴുവൻ തെറ്റിയതായ മനുഷ്യനല്ലേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തെറ്റിയതാകുന്ന മനുഷ്യരില്ലേ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തെറ്റുകളിലേക്ക് കണ്ണുകൾ കൊണ്ടുപോയവരില്ലയോ, നാവുകൾ കൊണ്ടുപോയവരില്ലയോ, വിരലുകൾ കൊണ്ടുപോയവരില്ലയോ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പകലിലും സന്നദ്ധനാണ്. അല്ലാഹു പുറത്തു തരും. പകൽ തെറ്റ് ചെയ്താൽ രാത്രിയിൽ പൊറുക്കാൻ റബ്ബ് സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തൗബയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. നീ തൗബ ചെയ്യാൻ മടിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. രാത്രി തെറ്റ് ചെയ്യുന്നതാകുന്ന സഹോദര സഹോദരിമാർ പകലിലും അല്ലാഹു സന്നദ്ധനാണ്. അത് അടുത്ത ദിവസം രാത്രിയാവട്ടെ എന്ന് പറഞ്ഞിരിക്കണ്ട, രാവിലെ തന്നെ തൗബ ചെയ്തോളൂ. തെറ്റ് ചെയ്തു പോയോ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തൗബ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കും. യഥാർത്ഥ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തും. സച്ചരിതരാകുന്ന അടിമകളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പൂർണ്ണമായ തൗബ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഏത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളിൽ ഇസ്തിഗ്ഫാറിന് പ്രാമുഖ്യം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം പാപമോചനം തേടും. ഇസ്തിഗ്ഫാറിന് വലിയ പ്രാമുഖ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. 100 വട്ടം ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചൊല്ലും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അപ്പൊ അത് വലിയ നേട്ടം കിട്ടുന്ന ഒരു വിഷയമാണ്, ചെറിയ കാര്യമില്ല. മോമിനായ മനുഷ്യന്റെ ജീവിത ചിട്ടയിൽ ഉണ്ടാവേണ്ട, റബ്ബിന്റെ അടിമയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ് അള്ളാഹുവിനെ അള്ളാഹുവായി അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് അന്നാലേ മനസ്സിന്റെ അകത്തളങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ നിറച്ച് പടച്ച റബ്ബിനോട് പൊറുക്കലിന്റെ തേടാൻ തോന്നുള്ളൂ. മറ്റേത് കിബറ, അഹങ്കരിച്ചാണ്, ഞാൻ വലിയവനാണ്, അപ്പൊ പിന്നെ പടച്ചവരോട് തേടാൻ ഇവന് മടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നുള്ള തേട്ടം നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്.